എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് SS2-ൻ്റെ പുതിയ ചാപ്റ്ററായ 10ാം ക്ലാസ്സിൻ്റെ SS2-ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ വെതർ ആൻഡ് ക്ലൈമറ്റ്, ദീനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായി ക്ലാസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും കമൻറ്റിൽ സംശയങ്ങൾ രേഖപ്പെടുത്താനായിട്ടും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ അതിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിവിധങ്ങളായിട്ടുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്ന സമയത്തെക്കുറിച്ചിട്ട് കാലത്തെക്കുറിച്ചിട്ടൊക്കെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പ്രസൻറ്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അറ്റ് യുവർ പ്ലേസ് ആർ ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ദാറ്റ് വി എക്സ്പീരിയൻസ് സച്ച് ആസ് സൺലൈറ്റ്, റെയിൻ, മിസ്റ്റ്, വിൻഡ്, ക്ലൗഡ് and the conditions such as hot and cold, stable. The atmospheric conditions of any place depend on the factors such as temperature, pressure, wind and humidity. They in turn are influenced by the amount of sunlight available there. അപ്പം താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകൾ എന്ന് പറയുന്നത്. താപനില എത്രയുണ്ട്, അവിടെ ടെമ്പറേച്ചർ എത്രയുണ്ട്, മർദ്ദം, പ്രഷർ എത്രയുണ്ട്, വിൻഡ്, കാറ്റ്, ഹ്യൂമിഡിറ്റി, ആർദ്രത, ഇതിലൊക്കെ വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ട് അവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിലും അന്തരീക്ഷ സ്ഥിതിയിലും അല്ലെങ്കിൽ ദീനാന്തരീക്ഷ സ്ഥിതിയിലും ഒക്കെ മാറ്റം വരും. അപ്പോൾ അതിനാൽ ഈ ഘടകങ്ങളെ ദീനാന്തരീക്ഷ ഘടകങ്ങൾ, എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ആർദ്രതയുടെ അളവാണ്, ജലബാഷ്പത്തിൻ്റെ അളവാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മൾ ഈ വെതർ, കാലാവസ്ഥ എന്ന് നമ്മൾ പറയുന്നു, അതായത് ക്ലൈമറ്റ് എന്നും പറയുന്നു, വെതർ എന്നും പറയുന്നു. അപ്പോൾ എന്താണ് ഈ വെതറും അതായത് ദീനാന്തരീക്ഷ സ്ഥിതിയും നമ്മുടെ പിന്നെന്താണ് കാലാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നോക്കാം. Atmospheric conditions such as temperature, pressure, wind, humidity and precipitation for a shorter period of time are termed as weather. വെതർ എന്ന് പറഞ്ഞാൽ ദീനാന്തരീക്ഷ സ്ഥിതി. അപ്പോൾ എന്താണ്? ഒരു പ്രദേശത്ത് വളരെ കുറച്ച് കാലത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന ആ സമയത്തെ താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റ്, ആർദ്രത, പെർസിപ്പിറ്റേഷൻ, വർഷണം, അത് മഴ, മഞ്ഞ്, അത് ആ ഫോമിലാകും. മഴ, മഞ്ഞ്, പിന്നെ ആലിപ്പഴം, അങ്ങനെയുള്ളതൊക്കെയാണ് പെർസിപ്പിറ്റേഷൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഒരു ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന ഇത്തരത്തിൽ അതായത് താപനില, അന്തരീക്ഷമർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദീനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്ന, വെതർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന. ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കി അങ്ങ് പൊക്കോളുക. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായി അങ്ങ് പോകാൻ പറ്റും. അപ്പം എന്താണ് വെതർ? അതൊരു ഹ്രസ്വകാലം, ഒരു ചെറിയ കാലഘട്ടത്തിലായിരിക്കും. ചിലപ്പോൾ 1-2 ദിവസങ്ങളിലായിരിക്കും അത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച ആയിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആ വെതർ പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു നിശ്ചിത പ്രദേശം അവിടെ വരണം, ഹ്രസ്വകാലയളവ് വരണം. പിന്നെ അവിടെ നമ്മൾ എടുക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ. ഇതൊക്കെ എങ്ങനെയാണ് അവിടെ അനുഭവപ്പെടുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളവിടുത്തെ ദീനാന്തരീക്ഷ സ്ഥിതി പറയുന്നത്. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല വെയിലാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? സൂര്യൻ്റെ ചൂട് നല്ല രീതിയിൽ കിട്ടുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ്, മനസ്സിലായോ? താപനില കൂടുതലാണ്. ചില സമയത്ത് നല്ല മഴയായിരിക്കും. ഇപ്പം നമ്മൾ എന്ത് പറയും? നല്ല മഴയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ കാറ്റായിരിക്കും, ചിലപ്പോൾ ജലബാഷ്പത്തിൻ്റെ അളവ് ചില സമയങ്ങളിൽ ആർദ്രതയുടെ അളവ് കൂടിയിരിക്കും. അങ്ങനെ പല കണ്ടീഷനും അന്തരീക്ഷത്തിൽ വരാം, ഒരു പ്രദേശത്ത് വരാം, ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതിയിൽ. അതിനെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ക്ലൈമറ്റിലേക്ക് വരുമ്പം അതിൽ കുറേ കൂടിയൊക്കെ മാറ്റങ്ങളുണ്ട്. ദ ആവറേജ് വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഫോർ എ ലോങ്ങർ പീരീഡ്. നമ്മളവിടെ ഷോർട്ടർ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ലോങ്ങർ പീരീഡ് ഓവർ എ ലാർജർ ഏരിയ. അവിടെ നമ്മൾ ഒരു നിശ്ചിത പ്രദേശമായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ലാർജർ ഏരിയ ആയിരിക്കും, ലോങ്ങർ പീരീഡും ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത് ക്ലൈമറ്റ് എന്ന് പറയുന്നത്, കാലാവസ്ഥ എന്ന് പറയുന്നത്. ഒരു വിശാലമായിട്ടുള്ള പ്രദേശത്ത് ദീർഘകാലമായിട്ട് അനുഭവപ്പെടുന്ന, കുറേ വർഷങ്ങളായിട്ട് അനുഭവപ്പെടുന്ന ദീനാവസ്ഥ, അതായത് എന്താണ് വെതർ കണ്ടീഷൻ, അതിനെയാണ് ദീനാവസ്ഥ അല്ലെങ്കിൽ വെതർ കണ്ടീഷനെയാണ് നമ്മൾ ആ സാഹചര്യങ്ങളുടെ മൊത്തത്തിൽ ശരാശരി എടുത്തിട്ട് കാലാവസ്ഥ ഇങ്ങനെയാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു ലോങ്ങർ പീരീഡാണ് ഇവിടെ വരുന്നത്. ദീർഘമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു ഭൂപ്രദേശമായിരിക്കും, ദീർഘമായിട്ടുള്ളൊരു കാലഘട്ടത്തിലായിരിക്കും അവിടുത്തെ
വെതറിനെ ഡേ ടു ഡേ ഉള്ള വെതറിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഒരു ശരാശരി ഇവിടെ ഇന്ന ക്ലൈമറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാലാവസ്ഥ അതൊരു ദീർഘകാലഘട്ടത്തെ മുൻനിർത്തിയാണെന്നും മനസ്സിലാക്കി വെക്കുക. The climate of a place is determined by considering weather condition of about 35 to 40 years. അങ്ങനെ വരുമ്പോൾ ഏകദേശം നമ്മൾ വെറുതെ ഒന്നുമല്ല, ഒരു 35 മുതൽ 40 വർഷ കാലഘട്ടത്തിലെ വെതറിൻ്റെ, അതായത് ദീനാവസ്ഥയുടെ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ആ പ്രദേശത്തെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശം അല്ലെങ്കിൽ ഡെസർട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതെന്താണ്? അത് അവിടുത്തെ കാലാവസ്ഥ അങ്ങനെ നമ്മൾ പ്രതിപാദിക്കണമെങ്കിൽ അവിടുത്തെ ഓരോ ദിവസത്തെ വെതറും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഏകദേശം 35-40 വർഷം കൊണ്ട് നമ്മൾ പറയുകയാണ് അവിടെ ഇങ്ങനെ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അത് നമ്മൾ അത്രയും ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ the climatic condition of any place is detrimental to the diversity of flora and fauna as well as ഹ്യൂമൻ ലൈഫ് ഓഫ് ദ പ്ലേസ്. നമുക്കറിയാലോ ഈ ക്ലൈമാറ്റിക്, അതായത് ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് അവിടെ മനുഷ്യനുൾപ്പെടെയുള്ള സസ്യജന്തുജാലങ്ങൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ തീർക്കുന്നത് ആ പ്രദേശത്തെ ഇത്തരത്തിലുള്ള കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മുടെ the influence of climate elements is evident not only in the food habits, dressing, settlement and occupation, but also in the physical and mental conditions, in the color and race of mankind as well. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു അവിടുത്തെ മനുഷ്യരുടെ മനുഷ്യരുടെ ജീവിതം, അതുപോലെ തന്നെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ നിലനിൽപ്പ്, അതെല്ലാം വ്യത്യസ്ത കാലാവസ്ഥയിൽ വ്യത്യസ്ത സസ്യജന്തുജാലങ്ങൾ വളരുന്നു ആ പ്രദേശങ്ങളിലെന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൂടാതെ ആഹാരക്രമം, നമ്മുടെ വസ്ത്രധാരണം, ഭവന നിർമ്മാണം, തൊഴിൽ, ഇതെല്ലാം ഇതുകൂടാതെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥകളെയും ഒക്കെ ഈ കാലാവസ്ഥ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വർണ്ണവർഗ വൈവിധ്യങ്ങളും ഇതിൻ്റെ ഒരു സ്വാധീനം പ്രകടമായിട്ട് കാണാമെന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അതുകൂടാതെ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് വേൾഡ് ഓവർ മെയിൻലി കറസ്പോണ്ടഡ് ടു ദ ക്ലൈമറ്റിക് കണ്ടീഷൻ. നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നു, കാലാവസ്ഥാ വൈവിധ്യത്തിനനുസരിച്ചിട്ടല്ലേ വൈവിധ്യങ്ങളായിട്ടുള്ള സസ്യങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ വൈവിധ്യങ്ങൾ ലോകമെമ്പാടുമുള്ള കാർഷിക വൃത്തിയെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്രദേശത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. Weather has always been an influential factor right from the early marine voyages which revolutionized the world history to the modern transport and communication system. അതുപോലെ തന്നെ ലോക ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആദ്യകാല സമുദ്ര സഞ്ചാരങ്ങളൊക്കെ അത് തുടങ്ങി ഇപ്പോഴത്തെ ആധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ വരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദീനാവസ്ഥ സ്ഥിതി വിവരങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് വെതർ സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. നല്ല കാറ്റ് ഇന്ന് വീശാൻ സാധ്യതയുണ്ട്, മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കടലിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം കൊടുക്കാറുണ്ടല്ലോ. അപ്പം ഇത്തരത്തിൽ നമ്മുടെ സമുദ്ര സഞ്ചാരങ്ങളിലും നമ്മുടെ വാർത്താവിനിമയ ഗതാഗത സംവിധാനങ്ങളിലുമൊക്കെ ഈ ദീനാവസ്ഥ സ്ഥിതികളെ ആശ്രയിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റിയെ സ്വാധീനിക്കുന്ന കാലാവസ്ഥ ഘടകങ്ങളെ, നമുക്ക് മനുഷ്യൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന കാലാവസ്ഥ ഘടകങ്ങളെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. As you know, the sun is the sole source of energy for the earth. Energy is produced in the sun by nuclear fusion. Haven't you studied about nuclear fusion in the science classes? അപ്പം നിങ്ങൾ ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷത്തിലെ താപനിലയെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഊർജ്ജത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ് നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂര്യനിൽ എങ്ങനെയാണ് ഈ ഊർജ്ജം ഉണ്ടാക്കപ്പെടുന്നത്? സൂര്യൻ
എന്താണ് എന്താണ് ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കഴിച്ചിട്ടാണ് ഈ ഒരു എനർജി ഉണ്ടാകുന്നത്? എന്ത് കാരണം കൊണ്ടാണ് ആ ഊർജ്ജം ഉണ്ടാകുന്നത്? ആ ഊർജ്ജമല്ലേ നമ്മളിലേക്ക് തരുന്നത്. അപ്പോൾ സൂര്യൻ നല്ല ബലവാനായെങ്കിൽ മാത്രമല്ലേ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, ഭൂമിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എനർജിയുടെ ഫോമിലേക്ക് വരുമ്പോൾ, ആ ഒരു ഊർജ്ജത്തിന് എങ്ങനെ ഉണ്ടാക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവിടെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയയെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അണുസംയോജനം. നിങ്ങൾ സയൻസ് ക്ലാസ്സിലൊക്കെ പഠിച്ച് കാണുമായിരിക്കും അണുസംയോജനം പറ്റി. പിന്നെ അവിടെ ഒരു ബോക്സിൽ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കുക. നമുക്കറിയാമല്ലോ ഗവൺമെൻറ് അത് പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് എ ഏജൻസി ഫങ്ഷനിങ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്. നമ്മുടെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ നിരീക്ഷണങ്ങൾ, കാലാവസ്ഥ പ്രവചനം, ഇതാണ് രണ്ട് റെസ്പോൺസിബിൾ ഫോർ ദ വെതർ ഒബ്സർവേഷൻ, വെതർ ഫോർകാസ്റ്റ്, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡൽഹിയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള 100 കണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകൾ ഇവരുടെ പരിധിയിൽ വരുന്നുണ്ടെന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ജസ്റ്റ് അതിലേക്ക് പോയി അതിനുശേഷം നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്ക് വരികയാണ്. മാസീവ് എമൗണ്ട് ഓഫ് എനർജി കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സൺ ത്രൂ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. Only a small amount of energy radiated from the sun reaches the earth's surface, approximately 1 part of 200 million. The amount of sun rays reaching the earth's surface ഈസ് കോൾഡ് ഇൻസുലേഷൻ. അത് പഠിച്ചോണം കേട്ടോ, എന്താണ് ഇൻസുലേഷൻ എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു അണുസംയോജനമാണ് സൂര്യൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ആ അണുസംയോജനത്തിലൂടെ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് ഭൂമിയിലേക്ക് മറ്റു ഗ്രഹങ്ങളിലേക്കും ഒക്കെ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഏത് രൂപേണയാണ് എത്തുന്നതെന്ന് ചോദിച്ചാൽ ഷോർട്ട് വേവ്സ് ആയിട്ടാണ്. ഹ്രസ്വ തരംഗങ്ങൾ, ഹ്രസ്വ വികിരണം കേട്ടല്ല, ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് അത് ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്നും ഉള്ള വികിരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നത്. അത് ഏകദേശം 200 ദശലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമേ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ഭൗമോപരിതലത്തിൽ എത്തുന്ന സൂര്യൻ്റെ കിരണത്തിൻ്റെ അളവിനെയാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. എത്ര അളവാണ് സൂര്യൻ്റെ കിരണം ഭൂമിയിലേക്ക് എത്തുന്നത്, അതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഇൻസുലേഷൻ. ഭൗമോപരിതലത്തിൽ എത്തുന്ന സൗരകിരണത്തിൻ്റെ അളവിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ഇൻസുലേഷൻ എന്ന് പറയുന്നു. ഇനി അണുസംയോജനത്തിൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് അപ്പുറത്തിലേക്ക് പോകാം. എക്സ്ട്രാ റീഡിംഗ് ആണ്, ജസ്റ്റ് എന്ന് പറയാം. ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് 2 or more atomic nuclei collide and merge together to the form of a large atom. This process is common in the case of elements which lower atom number. Massive amount of energy is generated through this process. അവിടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് ഡ്യൂട്ടീരിയം, ട്രിഷിയം, അത് രണ്ടും ചേരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹീലിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നെ ഊർജ്ജം ഉണ്ടാക്കപ്പെടുന്നു. ന്യൂട്രോണും അവിടെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് വരുന്നു. അപ്പം നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഹൈഡ്രജൻ്റെ ഹൈഡ്രജൻ ഐസോട്ടോപ്പുകളാണ് ഈ ഡ്യൂട്ടീരിയം, ട്രിഷിയം, പ്രോട്ടിയം എന്നൊക്കെ പറയുന്നത്. അതിൽ ഈ ഡ്യൂട്ടീരിയവും ട്രിഷിയവും കൂടി സംയോജിച്ചുകൊണ്ട് അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് രണ്ടും ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? ഹീലിയം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീലിയം പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? എനർജിയും കിട്ടുന്നു, ന്യൂട്രോണും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇൻസുലേഷൻ അവിടെ പഠിച്ചോളുക. അപ്പം എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലേക്ക് വരണം. ഡ്യൂട്ടീരിയവും ട്രിഷിയത്തിൻ്റെ കാര്യം, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്, അവ ചേർന്നിട്ടാണ് ഹീലിയം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലേക്ക് വരിക. ഇനി a part of insulation coming toward the earth gets reflected and or absorbed by the atmospheric particles such as clouds and dust particles. As the incoming solar radiation is in the form of short waves, it does not heat the atmosphere considerably. നമുക്കറിയാം, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഈ ഊർജം അല്ലെങ്കിൽ സൗരവികിരണത്തിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ ഒരുപാട് പൊടിപടലങ്ങളുണ്ട്, മേഘങ്ങളുണ്ട്, അതിലൊക്കെ തട്ടി പ്രതിഫലിക്കുകയോ ആഗിരണം ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പിന്നെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം എങ്ങനെയാണ് വരുന്നത്? ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തെ അവ
കാര്യമായിട്ട് ചൂട് പിടിപ്പിക്കാറില്ല. ദ എർത്ത് സർഫസ് ഗെറ്റ്സ് ഹീറ്റഡ് ബൈ ഇൻസുലേഷൻ. എങ്ങനെയാണ് പിന്നെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ സൗര വികിരണത്തിലൂടെയാണ്. Then the heat is transferred to the atmosphere through various processes from the Earth's surface. Conduction, convection, advection and radiation are the major process of heat transfer. അപ്പോൾ നമ്മൾ പറഞ്ഞു സൗരവികിരണത്തിലൂടെയാണ്, അതായത് ഇൻസുലേഷനിലൂടെയാണ് ഭൗമോപരിതലം ചൂട് പിടിക്കുന്നത്. പിന്നെ എന്താണ്, അത് വഴിയായിട്ട് വിവിധങ്ങളായിട്ടുള്ള താപന പ്രക്രിയയിലൂടെ ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ചൂട് കൊടുക്കുന്നു. ഭൗമോപരിതലമാണ് ആദ്യം ചൂട് പിടിക്കുന്നത്, എന്നിട്ട് വിവിധ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തിനെയും ചൂട് പിടിപ്പിക്കുന്നു. അതിനെന്തൊക്കെ പ്രക്രിയകളാണ് അവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ കണ്ടക്ഷൻ വരുന്നുണ്ട്, താപചാലനം, പിന്നെ എന്താണ് കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ സംവഹനം, അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ അഭിവഹനം, ദെൻ റേഡിയേഷൻ വികിരണം. ഈ പ്രോസസ്സിലൂടെയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ചൂട് ട്രാൻസ്ഫർ ആവുന്നത് കേട്ടോ, അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നത്. അതിൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളുക. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ഡയറക്റ്റ്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ദ സർഫസ് ഓഫ് ദ എർത്ത്. അതായത് താപചാലനം. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ താപചാലനം. ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്ന് ഉള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു. അപ്പോൾ ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുന്നു, ഇൻസുലേഷൻ കൊണ്ട് ചൂട് പിടിക്കുന്നു. ആ ചൂട് പിടിക്കുന്ന ഭാഗം തൊട്ടടുത്ത ഭാഗത്തേക്ക് ചൂട് കൊടുക്കുന്നു. നമ്മളിപ്പോൾ നന്നായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ എന്താണ്, മൊത്തം വെള്ളം തിളക്കുന്നുണ്ട്. ആ വെള്ളത്തിൽ നിന്നും വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് എന്താണ് അതായത് ആ പാത്രം ആദ്യം ചൂട് പിടിക്കുന്നു, ആ ചൂട് വെള്ളത്തിലേക്ക് കൊടുക്കുന്നു, വെള്ളം തിളക്കുന്നു. നമ്മൾ ചെന്ന് അതിലൊന്ന് തൊടുകയാണെങ്കിൽ ആ ചൂട് നമ്മുടെ കൈകളിലേക്ക് പകരത്തില്ലേ? അതുപോലെ തന്നെ എന്താണ്, ഭൗമോപരിതലത്തിൽ ചൂട് പിടിക്കുന്നു, അത് തൊട്ടടുത്ത ഏത് ഭാഗമാണോ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് നിൽക്കുന്നത് അവിടെ ചൂട് പിടിപ്പിക്കുന്നു. അതിനെയാണ് താപചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ദെൻ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആസ് ദി ഹീറ്റഡ് എയർ എക്സ്പാൻഡ്സ് ആൻഡ് റൈസ് അപ്പ്, ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഹയർ റീച്ചസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. കൺവെക്ഷൻ എന്ന് പറയുന്നത് സംവഹനം. ഇപ്പോൾ ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ചിട്ട് വികസിച്ച് മുകളിലേക്ക് ഉയരും. അങ്ങനെ ഉയരങ്ങളിലേക്ക് താപം കൊണ്ടെത്തുന്നു. അപ്പം ഭൂമിയുടെ ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഭൗമോപരിതലത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന ഭാഗം ചൂട് പിടിക്കുന്നു. അതിപ്പോൾ അന്തരീക്ഷമാണെന്ന് വിചാരിക്കട്ടെ, അത് ആദ്യത്തെ കണ്ടക്ഷൻ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലാണ് ആദ്യത്തെ കേസിൽ ചൂട് പിടിപ്പിക്കുന്നത്. അടുത്ത കേസിൽ സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്നാണ്, ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷ വായു ക്രമേണ ഈ ഇൻസുലേഷൻ കൊണ്ട് ചൂട് പിടിച്ചിട്ട് എന്ത് ചെയ്യും, ചൂട് പിടിച്ചിട്ട് ആ ചൂടും കൊണ്ട് എന്താണ് നേരെ മുകളിലോട്ട് വരും. അപ്പോൾ പോണ വഴിക്ക് എന്താണ്, ഈ ചൂട് കൊടുക്കും. അതാണ് രണ്ടാമത്തെ കേസ്, കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയും. ഇനി അഭിവഹനം, അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഹൊറിസോണ്ടലി ത്രൂ വിൻഡ്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ മൂന്നാമത്തെ കേസിൽ അഡ്വെക്ഷനിൽ കാറ്റിലൂടെ തിരശ്ചീനത്തിൽ താപം വ്യാപിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ചൂട് പിടിച്ച് വായു, നമുക്കറിയാമല്ലോ വായുവിൻ്റെ ചലനമാണല്ലോ കാറ്റെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ചൂട് പിടിച്ചിട്ട് അത് നേരെ മുകളിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ അവിടുത്തെ വായു നേരെ മുകളിലോട്ട്, അന്തരീക്ഷ വായു നേരെ മുകളിലോട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ സംവഹനം എന്ന് പറയും, അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയും. അഡ്വെക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഈ വായു നേരെ മുകളിലോട്ട് പോകാതെ എന്താണ് ഹൊറിസോണ്ടൽ തിരശ്ചീനമായിട്ട് അത് സഞ്ചരിക്കുന്നു. അതിനെയാണ് അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. ഇനി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എമിഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ് ആഫ്റ്റർ ദ എർത്ത് സർഫസ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്. നമുക്കറിയാം ഷോർട്ട് വേവ്സ് ആയിട്ടാണ്, ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് സൂര്യൻ്റെ എനർജി ഭൂമിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഭൗമോപരിതലത്തിൽ വന്നിട്ട് ഇത് ചൂട് പിടിപ്പിച്ചിട്ട് ദീർഘതരംഗങ്ങളായിട്ട് തിരിച്ച് പോകുന്നു, ഊർജം പുറന്തള്ളുന്നു. അതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. കേട്ടല്ലോ. അപ്പോൾ ഭൂമിയിൽ നിന്നും ഈ ഊർജം പുറന്തള്ളും, അത് ലോങ് വേവ്സ് ആയിട്ടാണ്, ദീർഘതരംഗങ്ങളായിട്ടാണ് പുറന്തള്ളുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ പറയുന്നുണ്ട് ഷോർട്ട് വേവ്സും ലോങ് വേവ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഷോർട്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ എനർജി ഈസ് റേഡിയേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ് ഫ്രം hotter objects due to high frequencies. A shorter wave travels
through the atmosphere without obstruction. Objects with relatively less heat radiate energy in the form of long waves. Due to low frequency, long waves will be absorbed or reflected by the atmospheric particles. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചൂടേറിയ വസ്തുക്കളിൽ നിന്നുമാണ് ഊർജം വികിരണം ചെയ്യപ്പെടുന്നത്. ചൂടേറിയ അതിചൂടേറിയ വസ്തുക്കളിൽ നിന്ന് ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പുറന്തള്ളുന്നത് എങ്ങനെയായിരിക്കും? ഹ്രസ്വതരംഗങ്ങളായിട്ടായിരിക്കും, ഷോർട്ട് വേവ്സ് ആയിട്ടായിരിക്കും. പക്ഷേ അവർക്ക് എങ്ങനെയായിരിക്കും? ആവൃത്തി കൂടുതലായതിനാൽ ഹ്രസ്വതരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാനായിട്ട് പറ്റുന്നു. കേട്ടല്ലോ, ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് ഇവർക്ക് ഒരു തടസ്സവും കൂടാതെ കടന്നു പോകാനായിട്ട് പറ്റും. ഇനി ചില ഒബ്ജക്ട്സിനെ സംബന്ധിച്ച് ചൂട് കുറവാണെങ്കിൽ അവയിൽ നിന്നും ഊർജ്ജ വികിരണം നടക്കുന്നത് എന്താണ്? താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജ്ജ വികിരണം നടക്കുന്നത് എങ്ങനെയായിട്ടായിരിക്കും? ചൂട് കുറവാണെങ്കിൽ അവയിൽ നിന്നും ലെസ് ഹീറ്റ് എന്താ ലോങ് വേവ്സ് ആയിട്ടായിരിക്കും, ദീർഘ തരംഗങ്ങളായിട്ടായിരിക്കും. ഊർജം കുറവാണ്, അപ്പോൾ ദീർഘ തരംഗങ്ങളായിട്ടായിരിക്കും അവയിൽ നിന്ന് ഊർജം പുറത്തോട്ട് വരുന്നത്. ഇനി ആ തരംഗങ്ങൾക്ക് ആവൃത്തി കുറവായിരിക്കും. അതുകൊണ്ട് എന്താണ്? അന്തരീക്ഷ വസ്തുക്കളാൽ ആഗിരണം ചെയ്യപ്പെടുകയോ പ്രതിഫലിക്കുകയോ ചെയ്യും. മനസ്സിലായി? ഇപ്പോൾ സൂര്യനിൽ നിന്നും വേവ്സ് വരുന്നത് ഷോർട്ട് വേവ്സ് ആണ്, ഭൂമിയിൽ നിന്നും വേവ്സ് പോകുന്നത് ലോങ് വേവ്സ്. സൂര്യനിൽ നിന്ന് ഷോർട്ട് വേവ്സ് വരാൻ കാര്യം സൂര്യൻ ഊർജത്തിൻ്റെ ഉറവിടമാണ്, നല്ല രീതിയിൽ ചൂട് ഉണ്ട്. ഭൂമിയിലോ സൂര്യൻ മൂലമാണ് ചൂട് പിടിക്കുന്നത്.